لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل. സൂറത്ത് യാസീനിലെ 36-ാം അധ്യായം 38, 39, 40 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? സൂര്യൻ അതിന്റെ നിശ്ചിതമായ പദമേഖലയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രനോ വൽഖമറു ഖദ്ദർനാഹു മനാസില, ചന്ദ്രനുമുണ്ട് ചില മനാസിലുകൾ, അതിന്റെ വൃദ്ധിക്ഷയങ്ങൾ. ആ ചന്ദ്രൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, ഒന്നൊന്നിനെ ഓവർടേക്ക് ചെയ്യാതെ തന്നെ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ അല്ലാഹു പറയുന്നത് എന്നാൽ ഇവിടെ സൂര്യനും ചന്ദ്രനും ഒന്നായി ചേരും. ലോകാവസാനം ഖുർആൻ പറയുന്ന അങ്ങനെ ലോകം അവസാനിക്കുമ്പോ സൂര്യൻ, നിങ്ങൾ ആലോചിച്ചു, ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ആധാരമാണ് സൂര്യൻ. ഫോട്ടോസിന്തസിസ് നടക്കുന്നത് എങ്ങനെയാണ്? പ്രകാശ സംശ്ലേഷണം. ജീവജാലങ്ങൾ നിലനിൽക്കുന്നത്, ജന്തുക്കൾ മുളയ്ക്കുന്നത്, നാം ജീവിക്കുന്നത്, എല്ലാം നിലനിൽക്കുന്നത്, രാവുകൾ മാറി മാറി വരുന്നത് എല്ലാം ഈ സൂര്യന്റെ സഞ്ചാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാറു വശംസു വൽഖമറു ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽഖമർ വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുന്ന ഇൻ കുൻതും ഇയ്യാഹു തഅബ്ദൂൻ. 41-ാം അധ്യായം സൂറത്തു ഫുസ്സിലത്ത് ഹാമീൻ സജദ. ഹാമീൻ സജദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 37-ാമത്തെ വചനത്തിൽ പറയുകയാണ് വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാറു വശംസു വൽഖമർ. സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. ആ സൂര്യനും ചന്ദ്രനും ഒന്നു ചേരുന്ന ദിവസം വജ്മിയ ശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും ഒന്നായി ചേരും. യഖൂലുൽ ഇൻസാനു യൗമൈദിൻ ഐനൽ മഫർ. അതാണ് യഖൂലുൽ ഇൻസാൻ. അന്ന് മനുഷ്യർ പറയുന്നതാണ്. മനുഷ്യർ പറയും. അപ്പൊ നമുക്കറിയാം, ഒരു ജില്ലയിൽ ഭൂകമ്പമുണ്ടായ അടുത്ത ജില്ലയിലേക്ക് നമുക്ക് മാറ്റി പാർപ്പിക്കാം. സംസ്ഥാനം കുലുങ്ങിയാലോ, സ്റ്റേറ്റ് ഒട്ടൊക്കെ കുലുങ്ങിയാലോ, ലോകം മുഴുവനും കുലുങ്ങിയാലോ, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്കാലഹാ വഖാലൽ ഇൻസാനു മാലഹാ. ഭൂമി അതിന്റെ കിലുക്കം കിലുങ്ങുന്ന ദിവസം അന്ന് യൗമൈദിൻ യഖൂലുൽ ഇൻസാനു യൗമൈദിൻ ഐനൽ മഫർ. മനുഷ്യർ ചോദിച്ചു പോകും, എങ്ങോട്ടാ ഇനി ഓടുക? ഏത് പർവ്വത ശിഖരത്തിൽ പോയൊളിക്കും? ഏത് മരത്തിന്റെ ചില്ലയിൽ പോയൊളിക്കും? ഏത് കെട്ടിടത്തിന്റെ മുകളിൽ പോയൊളിക്കും? ലോകം മുഴുവനും കുലുങ്ങിയാൽ, കെട്ടിടം കുലുങ്ങിയാൽ, ആകാശം കുലുങ്ങിയാൽ, പർവ്വതം കുലുങ്ങിയാൽ എവിടെ പോയാണ് അവർ ഒളിക്കുക? ആ പർവ്വതം മരീചിക പോലെ ആയിത്തീരുന്ന ദിവസം, പഞ്ഞിയെപ്പോലെ, ഈയാമ്പാട്ടുകളെ പോലെ പാറിപ്പോകുന്ന ദിവസം, കടഞ്ഞിട്ട ആട്ടിൻ രോമങ്ങളെ പോലെ പർവ്വതങ്ങൾ ഇളക്കി മറിക്കപ്പെടുന്ന ദിവസം. യഖൂലുൽ ഇൻസാനു യൗമൈദിൻ ഐനൽ മഫർ. എങ്ങോട്ടാണ് അന്നേ ദിവസം? അന്നേ ദിവസം മനുഷ്യർ പറയും, എവിടെയാണ് ഓടി രക്ഷപ്പെടാനുള്ളത്? ഐനൽ മഫർ. എങ്ങോട്ടാ നിങ്ങൾ ഓടുന്നത്? എങ്ങോട്ടാ നിങ്ങൾ ഓടുന്നത്? ഭൂമിയുടെ ഏത് അറ്റത്തേക്കാണ് നിങ്ങൾ ഓടുന്നത്? ഭൂമി മുഴുവനും കുലുങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ? എവിടെയാണ് നിങ്ങൾ ഓടി ഒളിക്കുന്നത് മനുഷ്യ? അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്ക്, 700 കോടി മനുഷ്യരെയും കൊണ്ട് ഈ ഭൂമി കുലുങ്ങുന്ന ഒരു ദിവസം, ആകാശം പൊട്ടിപ്പിളരുന്ന ഒരു ദിവസം. അതാണ് ഫൈദാബരിക്കൽ ബസറു ഫഖസഫൽ ഖമറു വജ്മിയ ശംസു വൽ ഖമർ. ചന്ദ്രൻ ഗ്രഹണം ബാധിക്കും. സൂര്യനും ചന്ദ്രനും, സ്റ്റീഫൻ ഹോക്കിംഗ് പറയാൻ, സൂര്യൻ ഇങ്ങനെ വികസിച്ച് ചന്ദ്രനെയും കൂടി അത് കടന്നു പിടിക്കും. അങ്ങനെ ചന്ദ്രന്റെ പ്രകാശം കെട്ടടങ്ങും, സൂര്യന്റെ പ്രകാശം കെട്ടടങ്ങും, ലോകം ഇരുട്ടിലായി തീരും, ലോകം അങ്ങനെ താറുമാറാകും. ചന്ദ്രനെ, ഭൂമിയെ, അല്ലാഹു പറയുകയാണ്, സൂര്യനെയും ഭൂമിയെയും ചന്ദ്രനെയും ഒക്കെ എടുത്തിട്ട് ഒരു കൂട്ടിമുട്ടൽ മുട്ടിക്കും. അതങ്ങനെ പൊടിപൊടിയായി വീഴും. വലത് കൈകൊണ്ട് ഗ്രന്ഥത്തിന്റെ ഏടുകൾ ചുരുട്ടുന്ന പോലെ ആകാശത്തെ വലത് കൈകൊണ്ട് ചുരുട്ടിപ്പിടിക്കും. അല്ലേ? ഒരു കടലാസ് എതിർ ദിശയിലേക്ക് ചുരുട്ടിയാൽ, ഇപ്പൊ നമ്മൾ സാധാഗതിയിൽ ഇങ്ങനെയുള്ള ഒരു പേപ്പർ എതിർ ദിശയിലേക്ക് തിരിക്കുക, അപ്പൊ ഇവിടുന്ന് ഉദിക്കേണ്ടത് ഇപ്പുറത്തുനിന്ന് ഉദിക്കും. അങ്ങനെ അല്ലാഹു സൂറത്ത് അംബിയായിൽ പറയാൻ 21-ാം അധ്യായം 105-ാമത്തെ വചനത്തിൽ പറയാണ്, ഗ്രന്ഥത്തിന്റെ ഏടുകൾ ചുരുട്ടിപ്പിടിക്കുന്ന പോലെ അന്ന് നാം ഈ പ്രപഞ്ചത്തെ ചുരുട്ടിപ്പിടിക്കുന്ന ദിവസം. കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദു. ആരംഭം തുടങ്ങി, എവിടെ നിന്നാണോ ഈ പ്രപഞ്ചത്തിന്റെ ആരംഭം, അതിലേക്ക് അതിനെ മടക്കിക്കൊണ്ടുപോകും. ലമൈറ്റർ എന്ന് പറയുന്ന ശാസ്ത്രകാരൻ പറഞ്ഞ അതാണ്. ലമൈറ്റർ എന്ന് പറയുന്ന ശാസ്ത്രകാരൻ ഒരു പൂക്കുറ്റിയിൽ നിന്ന് വിരിഞ്ഞു പോകുന്ന ആ മരുന്നുണ്ടല്ലോ, അത് ആകാശത്തിങ്ങനെ പുഷ്പങ്ങളായി വിരിയുന്ന പോലെ, എന്നിട്ട് തിരിച്ചതിന്റെ പൂക്കുറ്റിയിലേക്ക് വരുന്ന പോലെ. കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദു. സൃഷ്ടി തുടങ്ങിയിടത്തേക്ക്, സിംഗുലാരിറ്റിയിൽ നിന്ന് സിംഗുലാരിറ്റിയിലേക്ക്, ഏകത്വത്തിൽ നിന്ന് ഏകത്വത്തിലേക്കുള്ളൊരു മടക്കയാത്ര അത് വരാനിരിക്കുന്നു എന്ന് അല്ലാഹു. അപ്പൊ ഇതിനെയൊക്കെ തകർത്ത് പഴയ അവസ്ഥയിലേക്ക്,
എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഈ ഭൂമി ഇതല്ലാത്ത മറ്റൊരു ഭൂമിയാക്കി അള്ളാഹു അതിനെ മാറ്റും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നോക്കൂ, ഈ ഭൂമിയെ ഇതല്ലാത്ത മറ്റൊരു ഭൂമിയാക്കി അള്ളാഹു മാറ്റും എന്ന് പടച്ച തമ്പുരാൻ നമ്മൾ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലൂടെ ആ കാര്യം പലവരും സൂറത്ത് ഖിയാമയിലെ 7 മുതൽ 10 വരെയുള്ള വചനങ്ങളാണ് നിങ്ങൾ കേട്ടിട്ടത്. ഇനി നിങ്ങൾ നോക്കൂ, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി അതിന്റെ കിലുക്കം കിലുങ്ങുന്ന ദിവസം, വഅഖ്റജത്തിൽ അർളു അസ്കാലഹാ, ഭൂമി അതിന്റെ ഉള്ളിലുള്ളത് പുറത്തേക്ക് കളയുന്ന ദിവസം. ഭൂമി ഒരു തോട് പോലെയായി തീരുന്ന മാൻഡിൽ, അകക്കാമ്പ്, ഉള്ളിൽ അഗ്നിപർവ്വതമാണ്, അഗ്നിജ്വാലകളാണ് ഭൂമിയുടെ ഉള്ളിൽ. അത് പുറത്തേക്ക് കളയുന്നതാണ്, അത് പുറത്തേക്ക് വരും. എന്നിട്ട് മനുഷ്യർ ചോദിക്കുന്ന വഖാലൽ ഇൻസാനു മാലഹാ, ഈ ഭൂമിക്ക് എന്ത് പറ്റി? വഖാലൽ ഇൻസാനു മാലഹാ, മനുഷ്യർ ചോദിക്കും ഇതിന് എന്ത് പറ്റി? ഭൂമിയുടെ ഉള്ളിലുള്ളതൊക്കെ പുറത്തേക്ക് ഒന്നായിട്ട് പുറന്തള്ളപ്പെടുന്ന ദിവസം. ശാസ്ത്രം ആ കാര്യം വളരെ ഗൗരവമായി ചർച്ച ചെയ്തിട്ടുണ്ട്. പല ശാസ്ത്രകാരന്മാരും അത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഭൂമിയുടെ നാശവും ആകാശത്തിന്റെ നാശവും എല്ലാം ശാസ്ത്രം വിലയിരുത്തിയിട്ടുണ്ട്. അപ്പൊ വിശുദ്ധ ഖുർആൻ 99-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനങ്ങളിൽ, ഇന്ന് നമ്മൾ വണ്ടി ഓടിക്കുന്നു, ഇന്ന് നമ്മുടെ വീട് നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഈ ഭൂമിയുടെ ഉപരിതലത്തിലാണ് അമ്പരചുംബികളായ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി നാം ജീവിക്കുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് അള്ളാഹു എന്ന് പറഞ്ഞത്, ഭൂമിയെ നിങ്ങൾക്ക് ജീവയോഗ്യമാക്കിയില്ലേ? എന്താ നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കാത്തത്? നിങ്ങൾക്ക് ജീവയോഗ്യമായിരുന്നില്ല ഈ ഭൂമിയെ നിങ്ങൾക്ക് ജീവയോഗ്യമാക്കി തന്നു, പരത്തി വിധാനിച്ചു തന്നു, അല്ലെ? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. സൂറത്ത് ബഖറ 22-ാമത്തെ വചനമാണ്. ഭൂമിയെ നിങ്ങൾക്ക് ഒരു വിരിപ്പാക്കി തന്നു, ഒരു തൊട്ടിലെന്ന പോലെ, അല്ലേ? വിശുദ്ധ ഖുർആൻ ആ കാര്യമാണ് പറയുന്നത്. അമ്മ യതസാഅലൂൻ അനിൻ നബയിൽ അലീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ കല്ലാ സയഅലമൂൻ സുമ്മ കല്ലാ സയഅലമൂൻ അലം നജഅലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ വഖലഖനാകും മസ്വാജാ വജഅൽനാ നൗമകും സുബാതാ വജഅൽനാ അൽ-ലൈല ലിബാസാ വജഅൽനാ അൻ-നഹാറ മആശാ. എത്രേ ഭൂമിയെ നിങ്ങൾക്ക് അല്ലാഹു ഒരു വിരിപ്പാക്കി തന്നു, പർവ്വതത്തെ ആണികളാക്കി തരികയും ചെയ്തു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പൊ അതിനൊക്കെ എന്ത് സംഭവിക്കും? അതാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് ചില കാര്യങ്ങളിലൂടെ പറയുന്നത്. അപ്പോ ആകാശവും ഭൂമിയും അതിനൊക്കെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ്. എന്തായിരിക്കുമെന്ന് ഭൂമിയുടെ സ്ഥിതി എന്തായിരിക്കും? ഖിയാമത്ത് നാളിൽ ഭൂമിയുടെ സ്ഥിതി എന്തായിരിക്കും? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അന്ന് വിശുദ്ധ ഖുർആൻ പറയാ, യൗമ യജഅലുൽ ബിൽദാന ശീബ, അന്ന് വിശുദ്ധ ഖുർആൻ പറയാ, കുട്ടികൾ, അതായത് ചെറിയ കുട്ടികൾ വയോവൃദ്ധന്മാരായി തീരുന്ന ദിവസം. കുട്ടി വാർദ്ധക്യത്തിലെത്തിപ്പോവും അതിന്റെ ഭയാനകത കൊണ്ട്. ശാസ്ത്രമ